രാജ്യം ഇന്ന് 77ാം കരസേനാ ദിനം ആചരിക്കുകയാണ്. കരസേനയുടെ ദക്ഷിണ കമാൻഡ് ആസ്ഥാനമായ പൂനെയിൽ കരസേനാ ദിനത്തോടനുബന്ധിച്ച പ്രൗഢഗംഭീരമായ പരേഡാണ് നടന്നത്. സൈനിക ശക്തി വിളിച്ചോതിയ പരേഡിൽ താരമായത് റോബോട്ടിക് മ്യൂളുകളാണ്. मातृभूमि पर सर्वस्व, दूसरी तरफ परेड में पहली बार झांसी की रानी की तरह. കരസേനയുടെ ദക്ഷിണ കമാൻഡ് ആസ്ഥാനമായ പൂനെയിലാണ് ഇത്തവണ കരസേനാ ദിനത്തോടനുബന്ധിച്ച പ്രൗഢഗംഭീരമായ പരേഡ് നടന്നത്. സേനയുടെ ശക്തി വിളിച്ചോതിയ പരേഡിനാണ് പൂനെയിലെ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് സെന്റർ സാക്ഷ്യം വഹിച്ചത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ സാങ്കേതിക മേഖലയിൽ കരസേന കൈവരിച്ച നേട്ടങ്ങൾ പരേഡിൽ അണിനിരത്തി. കഴിഞ്ഞ വർഷം സൈന്യത്തിന്റെ ഭാഗമായ റോബോട്ടിക് മ്യൂൾസ് ഇതാദ്യമായി കരസേനാ ദിന പരേഡിന്റെ ഭാഗമായി. शर्बरा नाम दिया गया है. हमारे शास्त्रों में शर्बरा नाम जुड़ा है काल से, कदमों से मंच के आगे रुकने के बाद ये तकनीकी सैनिक दाहिने मुड़ की कार्रवाई करते नजर आएंगे. വനിതാ അഗ്നിവീർമാരും മുഴുവൻ പെൺകുട്ടികളുടെ NCC കേഡറ്റുകളുടെ സംഘവും പരേഡിന് മാറ്റുകൂട്ടി. ഇതാദ്യമായി നേപ്പാളിൽ നിന്നുള്ള സേനാ ബാൻഡ് കരസേനാ ദിന പരേഡിൽ അണിനിരന്നു. 3 വനിതകളടക്കം 33 അംഗങ്ങളടങ്ങുന്ന നേപ്പാൾ സൈനിക ബാൻഡാണ് പരേഡിൽ പങ്കെടുത്തത്. T-90 ടാങ്ക്, K9 വജ്ര തുടങ്ങിയ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളങ്ങളും പരേഡിൽ അണിനിരന്നു. രാജ്യത്തിന്റെ പുരോഗതിയിൽ കരസേനയ്ക്ക് നിർണായക പങ്കാണുള്ളതെന്ന് പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. വിവിധ സേനാ മെഡലുകളും കരസേനാ മേധാവി കൈമാറി. രാജ്യത്തിനെതിരെ ഉയർന്ന ഏത് വെല്ലുവിളികളും നേരിടാൻ സൈന്യം സുസജ്ജമാണെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കരസേനാ ദിന പരേഡ് സമാപിച്ചത്. പൂനെയിൽ നിന്നും ജഗദീഷ് വിഷ്ണുനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്. തീർച്ചയായിട്ടും നമ്മുടെ ജവാന്മാർ അവർ ഉറക്കമളച്ചിരിക്കുന്നത് കൊണ്ട്, അവർ ധൈര്യത്തോടെ നെഞ്ചുവിരിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ സുരക്ഷിതമായി ഇവിടെ നിൽക്കുന്നത്, നമ്മളൊക്കെ സുരക്ഷിതമായി ഉറങ്ങുന്നത്. അപ്പോൾ എത്രമാത്രം അഭിനന്ദിച്ചാലും എത്രമാത്രം ആദരിച്ചാലും മതിയാവില്ല നമ്മുടെ പട്ടാളക്കാരെ. അപ്പം ഇന്നത്തെ കരസേനാ ദിനത്തിൽ താരമായത് റോബോട്ടിക് മ്യൂളുകൾ കൂടിയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഓരോ ദിവസവും മികച്ച പദ്ധതികൾ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നതും. ശത്രുരാജ്യങ്ങളെ തുരത്തി ഓടിക്കുവാൻ കൃത്യമായ നടപടികൾ, നീക്കങ്ങളാണ് ഇന്ത്യ നടത്തി വരുന്നതും. അപ്പോൾ എന്തായാലും താരമായി മാറിയിരിക്കുകയാണ് ഈ റോബോട്ടിക് മ്യൂളുകൾ. വിവരങ്ങളുമായിട്ട് B. ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, പ്രൗഢഗംഭീരമായ ആ ഒരു ചടങ്ങിൽ റോബോട്ടിക് മ്യൂളുകൾ വളരെ ശ്രദ്ധ നേടിയല്ലേ? ഈ ഒട്ടേറെ കരസേനാ ദിന പരേഡുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആദ്യമായിട്ടാണ് ഒരു കരസേനാ ദിന പരേഡിൽ ഈ റോബോട്ടുകൾ പങ്കെടുക്കുന്നത്, മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നത് കാണാനും അത് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷമാണ് റോബോട്ടിക് മ്യൂളുകൾ ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകുന്നത്. അന്ന് അതേക്കുറിച്ച് നിരവധി കാര്യങ്ങളൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റോബോട്ടിക് മ്യൂളുകൾ കാണാൻ വേണ്ടി എനിക്ക് സാധിച്ചത് ഇന്നാണ്. ഈ റോബോട്ടിക് മ്യൂളുകൾ ഈ 77ാം കരസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരേഡിൽ പങ്കെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അല്പം കൗതുകത്തോടു കൂടിയായിരുന്നു ഈ പരേഡ് വീക്ഷിക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. കാരണം സാധാരണ ഈ റോബോട്ടുകൾ എങ്ങനെയായിരിക്കും ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തുന്നത്, പരേഡിൽ അവ എങ്ങനെ ഭാഗവാക്കാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എനിക്ക് അല്പം കൗതുകം ഉണ്ടായിരുന്നു. 4 കാലുകളുള്ള ഈ റോബോട്ടിക് മ്യൂളുകൾ നമ്മൾ ഈ സാധാരണ പറയുകയാണെങ്കിൽ, വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഈ സൈനിക ഈ പരേഡുകളിലും മറ്റും ഈ നായ്ക്കൾ എങ്ങനെ പങ്കെടുക്കുമ്പോൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ, അത് തന്നെയാണ് ഈ റോബോട്ടിക് മ്യൂളുകളും ഇന്ന് ഈ പരേഡിൽ കാഴ്ചവെച്ചത്. കാരണം ഈ പരിശീലനം ലഭിച്ച നായ്ക്കൾ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച സൈനികർ, അവരെയൊക്കെ പോലെ തികച്ച അച്ചടക്കത്തോടു കൂടിയായിരുന്നു ഈ റോബോട്ടിക് മ്യൂളുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നത്.
ഈ റോബോട്ടിക് മ്യൂളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ ഒരു വെറും ചില്ലറക്കാരൊന്നുമല്ല. കാരണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരിക്കും ഈ റോബോട്ടിക് മ്യൂളുകൾ എന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. കാരണം അതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. നിലവിൽ ഈ അതീവ ദുർഘടമായ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഉള്ള സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് ഭക്ഷണം, മരുന്ന്, ആയുധം എന്നിവയൊക്കെ കൊണ്ടുപോകുന്നത് സൈന്യം ആശ്രയിക്കുന്ന മൃഗങ്ങളെയാണ്, പരിശീലിപ്പിച്ച മൃഗങ്ങളെ വഴിയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ കാലക്രമേണത്തിൽ അങ്ങനെ മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരം റോബോട്ടിക് മ്യൂളുകൾ വഴി ഈ സാധനങ്ങൾ എത്തിക്കുവാനാണ് ഇപ്പോൾ സൈന്യം ആലോചിക്കുന്നത്. അതായത് ഈ ചരക്ക് നീക്കമാണ് റോബോട്ടിക് മ്യൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നടത്തുവാൻ വേണ്ടി സൈന്യം ആലോചിക്കുന്നത്. ഏതാണ്ട് 12 മുതൽ 15 കിലോ ഭാരം വരെ ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് ചുമക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. -40 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഈ താപനിലയിൽ ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് അനായാസം പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഏതാണ്ട് 10,000-ഓളം അടിയോളം ഇവയ്ക്ക്, അതായത് ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുമെന്നാണ് ഈ സൈനിക ബാലഗോപാലൻ